2 ദിവസങ്ങൾക്ക് പുറകിൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും സമരമിറങ്ങി. എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ. ആരാണ് ന്യൂനപക്ഷ ഹത്യ നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നക്കാരാണ്. അവിടുത്തെ ന്യൂനപക്ഷമാരാണ്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിന് വേണ്ടി കേരളത്തിൽ ഡിവൈഎഫ്ഐ സമരമിറങ്ങിയത് ഹിന്ദു മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഗസയ്ക്ക് വേണ്ടി സമരമിറങ്ങുന്നത് ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? മണിപ്പൂരിന് വേണ്ടി നൊന്നുതള്ളി മുദ്രാവാക്യം വിളിക്കുന്നത് ക്രിസ്തുമത വിശ്വാസികളെ പ്രീണിപ്പിക്കാനാണോ? ഈ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം. മതമല്ല പ്രശ്നം. അടിയേറ്റ് വീഴുന്ന മനുഷ്യന്റെ ഹൃദയവേദന പങ്കിടാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ മരണാവസാനം വരെ ഏതു തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾക്കപ്പുറവും കേരളത്തിലെ CPIM വിളിച്ചു പറയും, അടിയേറ്റ് വീഴുന്ന മനുഷ്യൻ ധാക്കയിലാവട്ടെ, ഗസയിലാവട്ടെ, ബംഗ്ലാദേശിലാവട്ടെ, മണിപ്പൂരിലാകട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിളിച്ചു പറയും. അത് മനുഷ്യത്വപൂർണ്ണമായ രാഷ്ട്രീയമാണ്. അതിനെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ പ്രചരണമാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.